ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളിയായിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്, കുറച്ച് ഹെൽത്തിയാണെന്ന് മാത്രം പ്രത്യേകിച്ച് പറയാമല്ലോ. അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനിപ്പോൾ ഇവിടെ കാഷ്നട്ടും ബദാമുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള നട്ട്സ് ഏതാ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. എന്നാലും ക്രിസ്പി ആവുന്ന രീതിക്ക് നമുക്ക് ചൂടാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കാഷ്നട്ട് ബദാമും ഇതുപോലെ നല്ല ചൂടാക്കിയിട്ട് അത് മാറ്റി വെച്ചേക്കാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ ഞാൻ കപ്പലണ്ടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാനെല്ലാം നമുക്ക് എത്ര വേണ്ടത് അതിന് ആവശ്യാനുസരണം പോലെ എടുത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇതും നമുക്ക് അതുപോലെ തന്നെയാണ്. മൂന്നും ഒരുമിച്ച് ചൂടാക്കുന്ന സമയത്ത് കപ്പലണ്ടി പെട്ടെന്ന് അതായത് പെട്ടെന്ന് ചൂടായി കിട്ടില്ല. കുറച്ച് പതുക്കിയല്ല നമ്മൾ കപ്പലണ്ടി ചൂടാകുന്നത്. അപ്പോൾ അത് കാരണം പിന്നെ മുകളിലെ തൊലിയൊക്കെ കറുത്തു പോകും. അപ്പോൾ അത് കാരണം നമ്മൾ ഇത് തനിച്ച് ചൂടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ആദ്യം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതും കൂടെ മാറ്റി വെച്ചേക്കാം. കണ്ടല്ലോ, നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മൂന്ന് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ വേറൊരു പാത്രത്തിൽ ഞാൻ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ഡേറ്റ്സ് വേണ്ടത് അതിന് ആവശ്യാനുസരണം പോലെ എടുക്കാം. ഇതിൻ്റെ കുരുവെല്ലാം നമ്മൾ എടുത്ത് മാറ്റിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരുവിധം സോഫ്റ്റ് ആയിട്ടാണുള്ളത്. ഇതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ എടുത്തിരിക്കുന്നത് സോഫ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ചൊരു 5-6 മിനിറ്റ് മുമ്പ് നമ്മൾ നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒന്ന് എടുത്താൽ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ എല്ലാ കുരുകളും ഒന്ന് എടുത്ത് മാറ്റിയാണ്. ഇതെടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ തന്നെ ഇതെല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇത് കണ്ടല്ലോ, അങ്ങനെ ഇപ്പോൾ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ടതിന് ശേഷം ഇതിൻ്റെ കൂടെ നമ്മൾ ചൂടാക്കി വെച്ചിട്ട് നട്ട്സ് ഉണ്ടല്ലോ, അതും കൂടി നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തേക്കാം. ഇതും കൂടിയിട്ട് മിക്സിയിലിട്ട് നല്ല ഫൈൻ ആക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് സ്വീറ്റ്നെസ് ആയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ ആ ഡേറ്റ്സിൻ്റെ ആ ഒരു സ്വീറ്റ് മാത്രമാണ്. അപ്പോൾ നമ്മളിത് ഏതാ പാത്രത്തിൽ സെറ്റ് ചെയ്തത് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഈ ഒരു ചെറിയൊരളവിലേക്ക് തരിയാവുന്ന രീതിക്കാണ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇതെല്ലാം ഒന്ന് ഈ പാത്രത്തേക്ക് ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒരേ രീതിക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ആദ്യം. ആ പാത്രത്തിൽ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കണമെന്നോ ബട്ടർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിതൊന്ന് വെച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ചെയ്തതിന് ശേഷം ഇതിന് കുറച്ച് ബാലൻസ് ഉണ്ട് കേട്ടോ. നമ്മളത് ചെറിയ ഉള്ളതാക്കി ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കും. ഇതിപ്പോൾ നമ്മൾ തനിച്ച് ഓരോ നട്ട്സ് എടുത്ത് കൊടുക്കട്ടെ വേണ്ടാന്ന് പറയും. പക്ഷേ നമ്മൾ ഇതുപോലെ ഡേറ്റ്സോടെ നമ്മൾ ഇട്ടത് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ചോദിച്ച് പിടിച്ച് കഴിക്കും. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു പാത്രത്തിൽ 1 കപ്പ് പാലിലേക്ക് 3 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം നമുക്ക് എത്ര വേണ്ടത് അതിന് ആവശ്യാനുസരണം പോലെ മധുരം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ആദ്യം പാലിൽ നമ്മുടെ കസ്റ്റർഡ് പൗഡർ നല്ല മിക്സ് ചെയ്തതിന് ശേഷം പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. നമ്മൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് ചേർക്കട്ടെ. അപ്പോൾ ഈ ഒരു 4 ടീസ്പൂൺ ഒരു ലിമിറ്റായിട്ടുള്ള മധുരമാണ്. അപ്പോൾ നമ്മൾ നല്ല ചൂടാക്കി എടുക്കാം. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഹൈയിൽ വെച്ചിട്ടുള്ള ഒരു ഇടയിലായിട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ട് നല്ല ചൂടാക്കി എടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുറി വന്നിട്ടുണ്ട്. ഒന്നുകൂടി കുറി വന്നതിന് ശേഷം നമ്മൾ ആ ചൂടോടുകൂടെ തന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാത്ത രീതിക്ക് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ചൂടാക്കി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ചൂടോടുകൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പെട്ടെന്ന് തിക്കായിട്ട് പോകും. അപ്പോൾ നമ്മളത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് കറക്റ്റായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇനി ഇത് മാറ്റി വെച്ചേക്കട്ടോ. ഇപ്പം ഞാൻ ചോക്ലേറ്റാണ്, അതായത് മിൽക്ക് കോമ്പൗണ്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏതാണെങ്കിലും കുഴപ്പമില്ല, ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഡയറി മിൽക്ക് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലൊരു പാത്രത്തിൽ നമ്മൾ ചോക്ലേറ്റ് എത്ര വേണ്ടത് അതിനാവശ്യാനുസരണം പോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിട്ടതിന് ശേഷം നമ്മൾ മെൽറ്റാക്കി എടുക്കുകയാണ്. അപ്പം നല്ല മെൽറ്റായിട്ട് വരട്ടെ. കൂടെ തന്നെ ഞാൻ വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ചോക്ലേറ്റ് നന്നായി മെൽറ്റായി വരട്ടെ. അതിനുശേഷം ഒരു 1/4 കപ്പോളം വിപ്പിംഗ് ക്രീം, അതും നല്ല ചെറുതായിട്ടൊന്ന് ഇതുപോലെ ലൂസായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടെ നല്ല സെറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ടും നന്നായിട്ട് മിക്സായി വരട്ടെ. ഇങ്ങനെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലൊഴിച്ച് വേണമെങ്കിലും സെറ്റ് ചെയ്ത് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതുപോലെ നല്ല മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതും കണ്ടല്ലോ നല്ല ചൂടാറിയിട്ടുണ്ട്. അതിന് മുകളിലേക്കാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരളവിലേക്ക് തിക്നെസ്സോടുകൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോഴാണെങ്കിൽ നമുക്ക് ഈ ഒരു പുഡിങ്ങിനെ ഹൈലൈറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ ലെയറാണ് കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഈ ചോക്ലേറ്റ് എന്ന് പറയുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും ഒരു ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ചൂടാറുന്ന സമയത്ത് തന്നെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് സെറ്റ് ആയിക്കോളും.
അങ്ങനെ ഇതുപോലെ നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറട്ടെ കേട്ടോ. നമ്മുടെ ആ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ചൂടാറി കിട്ടണം. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. കണ്ടല്ലോ കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളിൽ ഇറങ്ങുന്നുണ്ട്. അടിയിലത്തെ റെയിലുണ്ടല്ലോ അത് മാത്രമാണ് ചെറിയൊരു തിക്നെസ്, അതായത് നമ്മുടെ നട്ട്സ് ഇട്ടുണ്ടായിരുന്നില്ല അത് മാത്രമാണ് ചെറിയൊരു ക്രിസ്പിനെസ് പോലെ ഉണ്ടാകുന്നത്. പിന്നെ സെക്കൻഡ് ലെയറും ഒരുവിധം ജെല്ലി പോലെ. ഈ ഫസ്റ്റ് ലെയറാണ് നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ആ ഒരു സിൽക്കി സ്മൂത്ത് തരുന്നത്. ഈ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ലെയറാണ് കേട്ടോ. ഒരു 3 ലെയറും കൂടെ അങ്ങോട്ട് ചേരുമ്പോൾ ശരിക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നോൽമ്പ് കഴിഞ്ഞിട്ടും ഡേറ്റ്സിനും നട്ട്സിനും ഒന്നും പണിയില്ലാതെ അങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ചത് അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കുമല്ലോ, എങ്ങനെയെങ്കിലും നമ്മളൊന്ന് കഴിപ്പിക്കണമല്ലോ. അപ്പോൾ ഇതുപോലെ ഇഷ്ടാനുസരണം പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും കഴിച്ചു കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.